ഇറാൻ ചർച്ചകൾക്ക് താൽപര്യം കാണിക്കുന്നുണ്ടെങ്കിലും അവരുടെ ഡ്രോൺ നിർമ്മാണ കേന്ദ്രങ്ങൾ തകർക്കുമെന്ന മുന്നറിയിപ്പുമായി യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഹോർമുസ് കടലിടുക്കിലെ സുരക്ഷ ഉറപ്പാക്കാൻ 7 രാജ്യങ്ങളുമായി ചർച്ച നടത്തുകയാണെന്നും ഇസ്രായേലുമായി ചേർന്ന് പ്രവർത്തിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. കടലിടുക്ക് തുറക്കാൻ സഹായിക്കാത്ത പക്ഷം ചൈനീസ് പ്രസിഡന്റുമായുള്ള കൂടിക്കാഴ്ച മാറ്റിവയ്ക്കുമെന്നും സഖ്യകക്ഷികൾ സഹകരിച്ചില്ലെങ്കിൽ നാറ്റോ പ്രതിസന്ധിയിലാകുമെന്നും ട്രംപ് മുന്നറിയിപ്പ് നൽകി. ആഗോള എണ്ണ വിതരണം പുനഃസ്ഥാപിക്കാൻ വിവിധ രാജ്യങ്ങൾ യുദ്ധക്കപ്പലുകൾ അയക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. ഈ വർഷത്തെ ഈദുൽ ഫിത്തർ പ്രമാണിച്ച് രാജ്യത്തെ മന്ത്രാലയങ്ങൾക്കും പൊതുസ്ഥാപനങ്ങൾക്കും ബഹ്റിൻ കിരീടാവകാശിയും പ്രധാനമന്ത്രിയുമായ ഹിസ് റോയൽ ഹൈനസ് പ്രിൻസ് സൽമാൻ ബിൻ ഹമദ് അൽ ഖലീഫ അവധി പ്രഖ്യാപിച്ചു. പെരുന്നാൾ ദിനവും തൊട്ടടുത്ത 2 ദിവസങ്ങളുമാണ് ഔദ്യോഗിക അവധി. ഇത്തവണ പെരുന്നാൾ വെള്ളിയാഴ്ചയാകാൻ സാധ്യതയുള്ളതിനാൽ വാരാന്ത്യ അവധികൾ കൂടി പരിഗണിച്ച് പൊതുമേഖലയിൽ തുടർച്ചയായ 5 ദിവസം അവധി ലഭിക്കും. ഈ വർഷം റമദാൻ 30 ദിവസം പൂർത്തിയാകുമെന്നും മാർച്ച് 20 വെള്ളിയാഴ്ചയായിരിക്കും മാസപ്പിറവി ദൃശ്യമാകുക െന്നും ബഹ്റിൻ ആസ്ട്രോണമിക്കൽ സൊസൈറ്റി വൈസ് പ്രസിഡന്റ് ഡോക്ടർ വഹീബ് അൽ നാസർ അറിയിച്ചു. ശവ്വാൽ മാസപ്പിറവി നിരീക്ഷിക്കുന്നതിനായി ഔദ്യോഗിക സമിതികൾ മാർച്ച് 18 ബുധനാഴ്ചയാണ് യോഗം ചേരുന്നത്. രാജ്യസുരക്ഷയെ ബാധിക്കുന്ന തരത്തിൽ വ്യാജവാർത്തകളോ ചിത്രങ്ങളോ പ്രചരിപ്പിക്കുന്നവർക്കെതിരെ കർശന നടപടിയുണ്ടാകുമെന്ന് ബഹ്റിൻ ആന്റി കറപ്ഷൻ ആൻഡ് ഇലക്ട്രോണിക് സെക്യൂരിറ്റി വിഭാഗം അറിയിച്ചു. ഇത്തരം കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടുന്നവർക്ക് 10 വർഷം വരെ തടവ് ശിക്ഷ ലഭിക്കുമെന്ന് അധികൃതർ മുന്നറിയിപ്പ് നൽകി. അടിയന്തര സാഹചര്യങ്ങളിൽ ജനങ്ങൾക്കിടയിൽ ഭീതി പടർത്തുന്നതോ സൈനിക നീക്കങ്ങളെ ബാധിക്കുന്നതോ ആയ വിവരങ്ങൾ പ്രചരിപ്പിക്കുന്നത് ഗുരുതരമായ കുറ്റമാണ്. സോഷ്യൽ മീഡിയ ഉപയോഗിക്കുമ്പോൾ അതീവ ജാഗ്രത പാലിക്കണമെന്നും കിംവദന്തികൾ പ്രചരിപ്പിക്കാൻ ഔദ്യോഗിക വിവരങ്ങളെ മാത്രം ആശ്രയിക്കണമെന്നും സുരക്ഷാ വിഭാഗം നിർദ്ദേശിച്ചു. ദുബായ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിന് സമീപമുള്ള ഇന്ധന ടാങ്കിലുണ്ടായ തീപിടുത്തം നിയന്ത്രണ വിധേയമാക്കിയതായി UAE അറിയിച്ചു. ഡ്രോൺ ആക്രമണത്തെ തുടർന്നാണ് തീപിടുത്തം ഉണ്ടായതെന്നും ആർക്കും പരിക്കേറ്റിട്ടില്ലെന്നും ഔദ്യോഗിക വാർത്താ ഏജൻസിയായ വാം റിപ്പോർട്ട് ചെയ്തു. സിവിൽ ഡിഫൻസ് സംഘം ഉടൻ തന്നെ സ്ഥലത്തെത്തി തീ അണച്ചതിനാൽ വലിയ നാശനഷ്ടങ്ങൾ ഒഴിവായി. ആക്രമണം വിമാനത്താവളത്തിന്റെ പ്രവർത്തനങ്ങളെ ബാധിച്ചിട്ടില്ലെന്നും മുൻകരുതൽ നടപടികളോടെ സേവനങ്ങൾ സാധാരണ നിലയിൽ തുടരുന്നതായും അധികൃതർ വ്യക്തമാക്കി. രാജ്യാന്തര വിപണിയിൽ ബ്രന്റ് ക്രൂഡ് വില ബാരലിന് $106.11 ഇറാന്റെ പ്രധാന എണ്ണ കയറ്റുമതി കേന്ദ്രമായ ഖാർഗ് ഐലൻഡ് തകർക്കുമെന്ന പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ മുന്നറിയിപ്പാണ് വിലവർദ്ധനവിന് പ്രധാന കാരണം. ഹോർമുസ് കടലിടുക്ക് ഭാഗികമായി അടഞ്ഞുകിടക്കുന്നത് ചരിത്രത്തിലെ ഏറ്റവും വലിയ എണ്ണ വിതരണ തടസ്സത്തിനാണ് കാരണമാകുന്നത്. പ്രതിസന്ധി മറികടക്കാൻ അമേരിക്കയുൾപ്പെടെ 30 രാജ്യങ്ങൾ ചേർന്ന് 40 കോടി ബാരൽ എണ്ണ കരുതൽ ശേഖരത്തിൽ നിന്ന് വിപണിയിലെത്തിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്.